അറിയാം കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 10ാമത്തെ ചാപ്റ്ററായ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 9 ചാപ്റ്ററുകളുടെയും ഫോക്കസ് ഏരിയ ക്ലാസ്സുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, മീനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അഥവാ ധനകാര്യ വിപണി എന്താണെന്ന് പഠിക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ധനകാര്യ വിപണി. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ സർവീസസ്. It is a market for the creation and exchange of financial assets such as shares, debentures, bonds and government securities. അതായത് ധനകാര്യ ഉപകരണങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വാങ്ങലും വിൽക്കലും സാധ്യമാക്കുന്ന വിപണിയാണ് ധനകാര്യ വിപണി. ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ തുടങ്ങിയ ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ അവ കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള വിപണിയാണ് ധനകാര്യ വിപണി. സമ്പാദ്യം കയ്യിലുള്ളവരെയും അതുപോലെ പണം ആവശ്യമുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയും അവർക്കിടയിൽ ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് ബന്ധിപ്പിക്കാൻ സാമ്പത്തിക വിപണി സഹായിക്കുന്നു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ധനകാര്യ വിപണിയുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ മെച്യൂരിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡഡ് ഇൻ ദം. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇടപാട് നടത്തുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ വിപണിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തേതാണ് മണി മാർക്കറ്റ് അഥവാ പണവിപണി, രണ്ടാമത്തേത് ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി. ഇവയിൽ ആദ്യം നമുക്ക് മണി മാർക്കറ്റ് അഥവാ പണവിപണി എന്താണെന്ന് പഠിക്കാം. മണി മാർക്കറ്റ് അഥവാ പണവിപണി. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ്സ് ഹാവിംഗ് എ maturity period of less than 1 year. It provides working capital to the business firms. Major money market participants are RBI, commercial banks, non-banking finance companies, state governments, large corporate houses and mutual funds. അതായത് 1 വർഷം വരെ കാലാവധിയുള്ള ഹ്രസ്വകാല ധനം സ്വരൂപിക്കുന്നതിനുള്ള ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പണവിപണി. പണവിപണി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന മൂലധനം നൽകുന്നു. ഭാരതീയ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കിംഗ് ഏതര ധനകാര്യ കമ്പനികൾ, സംസ്ഥാന സർക്കാരുകൾ, വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ് ഈ വിപണിയിലെ പ്രധാന പങ്കാളികൾ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, പണവിപണി പ്രമാണങ്ങളെക്കുറിച്ചാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നാമത്തേതാണ് ട്രഷറി ബിൽ. Treasury bills are short-term borrowings made by the government for a period of less than 1 year. It is issued by RBI on behalf of government. They are also known as zero coupon bonds. Treasury bills are issued at a discount and repaid at par. They are available for a minimum amount of 25,000 and in multiples thereof. അതായത് 1 വർഷത്തിൽ താഴെ കാലാവധിയിൽ കേന്ദ്ര സർക്കാർ ഹ്രസ്വകാല വായ്പ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രമാണമാണ് ട്രഷറി ബില്ലുകൾ. ഇത് സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്കാണ് ഇറക്കുന്നത്. ഇവയെ സീറോ കൂപ്പൺ ബോണ്ടുകൾ എന്നും പറയാറുണ്ട്. മുഖവിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഇവ കാലാവധി കഴിഞ്ഞ് തിരിച്ചു നൽകുന്ന സമയത്ത് നിക്ഷേപകർക്ക് മുഴുവൻ തുകയും ലഭിക്കുന്നു. ചുരുങ്ങിയത് 25,000 രൂപയ്ക്കോ അതിൻ്റെ ഗുണിതങ്ങളായോ ആണ് ട്രഷറി ബില്ലുകൾ ലഭിക്കുക. സെക്കൻഡ് വൺ ഈസ് കോമേഴ്സ്യൽ പേപ്പർ, വാണിജ്യപത്രം. കോമേഴ്സ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്, negotiable and transferable by endorsement and delivery with a fixed maturity period. It usually has a maturity period of 15 days to 1 year. It is issued by large and creditworthy companies to raise short-term funds. It is sold at a discount and redeemed at par. അതായത് നിശ്ചിത കാലാവധി ഉള്ളതും അതുപോലെ തന്നെ അധികാരപ്പെടുത്തി നൽകുന്നതിലൂടെ കൈമാറ്റം ചെയ്യാവുന്നതും
ഈട് ഇല്ലാത്തതുമായ ഹ്രസ്വകാല വാഗ്ദാന പത്രമാണ് വാണിജ്യ പത്രികകൾ. സാധാരണഗതിയിൽ 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് ഇവയുടെ കാലാവധി. ഉയർന്ന വായ്പാശേഷിയുള്ള വൻകിട കമ്പനികൾ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നവയാണ് വാണിജ്യപത്രങ്ങൾ. ഇവ ഡിസ്കൗണ്ട് നിരക്കിൽ വിൽക്കുകയും മുഖവിലയ്ക്ക് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ മൂന്നാമത്തേതാണ് കോൾ മണി. Call money is a short-term finance repayable on demand with a maturity period of 1 day to 15 days used for interbank transactions. Call money is a method by which banks borrow from each other to be able to maintain the cash reserve ratio. The interest rate paid on call money loans is known as the call rate and it is highly volatile. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഉപയോഗിക്കുന്ന ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാവുന്ന വ്യവസ്ഥയുള്ള 1 മുതൽ 15 വരെ ദിവസങ്ങൾ കാലാവധിയുള്ള ഹ്രസ്വകാല ധനകാര്യ സ്രോതസ്സാണ് കോൾ മണി. ക്യാഷ് റിസർവ് റേഷ്യോ നിലനിർത്തുന്നതിനു വേണ്ടി പരസ്പരം വായ്പയെടുക്കുന്നതിന് ബാങ്കുകൾ ഉപയോഗിക്കുന്ന മാർഗമാണ് കോൾ മണി. കോൾ മണിക്ക് നൽകുന്ന വളരെ പെട്ടെന്ന് വ്യത്യാസം വരുന്ന പലിശ നിരക്കിനെ കോൾ റേറ്റ് എന്നാണ് പറയുന്നത്. ഫോർത്ത് ഇൻസ്ട്രുമെന്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നിക്ഷേപ സർട്ടിഫിക്കറ്റ്. Certificates of deposits are unsecured, negotiable, short-term instruments in bearer form issued by commercial banks and development financial institutions. Such instruments are issued to individuals, corporations and companies in times of tight liquidity. അതായത് കൈവശാവകാശ രൂപത്തിലുള്ള കൈമാറ്റം ചെയ്യാവുന്ന ഈടില്ലാത്ത ബാങ്കുകളും വികസന സ്ഥാപനങ്ങളും വിതരണം ചെയ്യുന്ന ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ. ബാങ്കുകളുടെ ഹ്രസ്വകാലത്തേക്കുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഇവ വ്യക്തികൾക്കോ അതുപോലെ കമ്പനികൾക്കോ അതുമല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ വിതരണം ചെയ്യാം. ലാസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് കൊമേഴ്സ്യൽ ബിൽ. വാണിജ്യ ബില്ലുകൾ. On being accepted, a bill of exchange becomes a marketable instrument and is called a trade bill. These bills can be discounted with a bank if the seller needs funds before the bill matures. When a trade bill is accepted by a commercial bank, it is known as a commercial bill. ഒരു ബില്ല് ഡ്രോയി അംഗീകരിക്കുന്നതോടുകൂടി അത് വ്യാപാര ബില്ല് എന്ന വിപണി പ്രമാണമായി മാറുന്നു. ബില്ലിന്റെ കാലാവധിക്ക് മുൻപ് വിൽപ്പനക്കാരന് പണം ആവശ്യമുണ്ടെങ്കിൽ അത് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വ്യാപാര ബില്ല് വാണിജ്യ ബാങ്കുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാണിജ്യ ബില്ല് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇപ്പോൾ നമ്മൾ പഠിച്ച മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നുകൂടി നോക്കാം. ട്രഷറി ബിൽ, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. മണി മാർക്കറ്റിന് ശേഷം ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണിയെക്കുറിച്ച് പഠിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി. Capital market is a market for medium and long-term funds. Securities having a maturity period of more than 1 year are dealt within the capital market. The major financial intermediaries are commercial banks, merchant bankers, development banks, and stock exchanges. The capital market can be divided into primary market and secondary market. എന്നുവെച്ചാൽ മൂലധന വിപണി മധ്യകാല ദീർഘകാല സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നു. 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള ദീർഘകാല ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് മൂലധന വിപണി. വികസന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി. മൂലധന വിപണിയെ പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇവയിൽ ആദ്യം നമുക്ക് പ്രൈമറി മാർക്കറ്റ് അഥവാ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി എന്താണെന്ന് നോക്കാം. Primary market is that part of capital market where corporate bodies and other issuers of capital offers fresh securities to the investors. അതായത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മറ്റും നിക്ഷേപകർക്ക് പുതിയ സെക്യൂരിറ്റികൾ ആദ്യമായി വിതരണം ചെയ്യുന്ന മൂലധന വിപണിയുടെ ഒരു വിഭാഗമാണ് പ്രാഥമിക വിപണി. ആദ്യമായി വിതരണം ചെയ്യുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അടുത്തത് സെക്കൻഡറി മാർക്കറ്റ് അഥവാ ദ്വിതീയ വിപണി. Secondary market is the regular and continuous market for existing securities. In other words, it is a market for sale and purchase of previously issued securities. Stock exchanges are the main components of the secondary market. എന്നുവെച്ചാൽ നിലവിലുള്ള ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള വിപണിയാണിത്. മുൻപ് വിതരണം ചെയ്ത സെക്യൂരിറ്റികൾ വിൽക്കാനും വാങ്ങാനുമുള്ള വിപണിയാണ് ദ്വിതീയ വിപണി. ഓഹരി വിപണിയാണ് ദ്വിതീയ വിപണിയുടെ ഏറ്റവും പ്രധാന ഘടകം.
ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് മൂലധന വിപണിയും പണവിപണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഓരോ പോയിന്റായി നോക്കാം. ഒന്നാമത്തേതാണ് പാർട്ടിസിപ്പൻസ് അഥവാ പങ്കെടുക്കുന്നവർ. പണവിപണിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വാണിജ്യ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ കമ്പനികൾ. ക്യാപിറ്റൽ മാർക്കറ്റിൽ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദേശ നിക്ഷേപകർ, സാധാരണ ചെറുകിട നിക്ഷേപകർ തുടങ്ങിയവർ. രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇടപാട് നടത്തുന്ന ധനകാര്യ പ്രമാണങ്ങൾ. മണി മാർക്കറ്റിൽ ട്രഷറി ബില്ലുകൾ, വ്യാപാര ബില്ലുകൾ, വാണിജ്യ പത്രികകൾ, നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ. മൂലധന വിപണിയിൽ സാധാരണ ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, മുൻഗണനാ ഓഹരികൾ തുടങ്ങിയവ. മൂന്നാമത്തേതാണ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലെ അല്ലെങ്കിൽ നിക്ഷേപ വ്യാപ്തി. മണി മാർക്കറ്റിൽ പണവിപണി പ്രമാണങ്ങളുടെ വില വളരെ കൂടുതലായിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റിൽ സെക്യൂരിറ്റികളുടെ വില വളരെ കുറവായിരിക്കും. നാലാമത്തേതാണ് ഡ്യൂറേഷൻ അഥവാ കാലാവധി. മണി മാർക്കറ്റ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഹ്രസ്വകാല പ്രമാണങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. മൂലധന വിപണി മീഡിയം ടേം ആൻഡ് ലോങ് ടേം, അതായത് മധ്യകാല ദീർഘകാല പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അഞ്ചാമത്തെ പോയിന്റ് ലിക്വിഡിറ്റി അഥവാ ദ്രവത്വം. മണി മാർക്കറ്റിൽ ഹയർ ലിക്വിഡിറ്റി, ഉയർന്ന ദ്രവത്വം ഉണ്ടായിരിക്കും. മൂലധന വിപണിയിൽ ചില സമയത്ത് ലിക്വിഡിറ്റി കുറവായിരിക്കും. ആറാമത്തെ പോയിന്റാണ് സേഫ്റ്റി അഥവാ സുരക്ഷിതത്വം. മണി മാർക്കറ്റ് ഇടപാടുകൾ സുരക്ഷിതമാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇടപാടുകൾ നഷ്ടസാധ്യത കൂടുതലുള്ളതാണ്. അവസാനത്തെ പോയിന്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ അഥവാ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം. മണി മാർക്കറ്റിൽ വരുമാനം കുറവാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുമാനം കൂടുതലാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ഓഹരി വിപണി. സ്റ്റോക്ക് എക്സ്ചേഞ്ച്. A stock exchange refers to a market where long-term securities are voluntarily exchanged at competitive prices. It is an institution which provides a platform for buying and selling of existing securities. They help company to raise finance, provide liquidity and safety of investment to the investors. അതായത് നിലവിലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേദിയൊരുക്കുന്ന സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ദീർഘകാല സെക്യൂരിറ്റികൾ മത്സരാധിഷ്ഠിത വിലകളിൽ സ്വമേധയാ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വിപണിയെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കമ്പനികൾക്ക് ധനസമാഹരണം നടത്താനും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾക്ക് ദ്രവത്വവും സുരക്ഷിതത്വവും നൽകാനും സഹായിക്കുന്നു. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഫങ്ഷൻസിൽ ആദ്യത്തേതാണ് പ്രൊവൈഡിംഗ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് തുടർച്ചയായ വിപണി നൽകുന്നു. നിക്ഷേപകർക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും തങ്ങളുടെ കൈവശമുള്ള സെക്യൂരിറ്റികൾ പണമാക്കി മാറ്റാനും കയ്യിലുള്ള പണത്തെ സെക്യൂരിറ്റികളാക്കി മാറ്റാനും കഴിയുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുന്നു. സെക്യൂരിറ്റികൾ വിപണിയിൽ ഇറക്കുന്നത് അവയുടെ മുഖവിലയ്ക്കായിരിക്കും. ഒരു നിശ്ചിത കാലയളവിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ അവയുടെ ഡിമാൻഡിൻ്റെയും വിതരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവ അതിൻ്റെ യഥാർത്ഥ മൂല്യം കൈവരിക്കുന്നു. മൂന്നാമത്തേതാണ് സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻ, ഇടപാടുകളുടെ സുരക്ഷിതത്വം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സെക്യൂരിറ്റികളുടെ ഇടപാടുകൾ വളരെ സുരക്ഷിതമാക്കുന്നു. കാരണം വളരെ കർശനമായ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വാങ്ങൽ വിൽപ്പന പ്രക്രിയ വഴി ജനങ്ങളുടെ സമ്പാദ്യം ഏറ്റവും ഉൽപാദനക്ഷമമായ നിക്ഷേപ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടപ്പെടുന്നു. ഇത് മൂലധന സമാഹരണത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുന്നു. അഞ്ചാമത്തെ ഫംഗ്ഷനാണ് സ്പ്രെഡിംഗ് ഓഫ് ഇക്വിറ്റി കൾട്ട്, ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുന്നു. പുതിയ ഓഹരികളുടെ വിൽപ്പന ക്രമീകരിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട വ്യാപാര ശീലങ്ങളിൽ കൂടിയും പൊതുജനങ്ങളെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനുള്ള നടപടികളൊക്കെ എടുത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കൂടുതൽ ആളുകളെ ഓഹരി ഉടമകളാകാൻ പ്രേരിപ്പിക്കാൻ കഴിയും. ഫംഗ്ഷൻസിലെ അവസാന പോയിന്റാണ് പ്രൊവൈഡിംഗ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടത്തിനുള്ള അവസരം ലഭ്യമാക്കുന്നു. നിബന്ധനകൾക്ക് വിധേയമായും ചില നിയന്ത്രണങ്ങളോടെയുമൊക്കെ നിയമപരമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഊഹക്കച്ചവടം ചെയ്യാനുള്ള അവസരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രദാനം ചെയ്യുന്നു. ആരോഗ്യകരമായ ഊഹക്കച്ചവടം ഓഹരി വിപണിയിൽ ദ്രവത്വം നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം.
പ്രൊവൈഡിംഗ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻ, കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഗ്രോത്ത്, സ്പ്രെഡിംഗ് ഓഫ് ഇക്വിറ്റി കൾട്ട്, പ്രൊവൈഡിംഗ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. മാർക്കറ്റിംഗ് എന്ന അടുത്ത ചാപ്റ്ററിലെ വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.